പരസ്യ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരിഫ് അവസാന മണിക്കൂറുകളിൽ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും പ്രമുഖ വ്യക്തികളെയും നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ്. കയർ കമ്പനികളിലും മറ്റു സ്ഥാപനങ്ങളിലുമായിരുന്നു ആരിഫിന്റെ രാവിലത്തെ സന്ദർശനം. റിപ്പോർട്ട് കാണാം. ഇതോടെ ഇലക്ഷൻ വാർത്തകൾ അവസാനിക്കുന്നു. ശേഷം നൂൺ റൗണ്ടപ്പിൽ കാവ്യ ചേരും. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്കറിയാം ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്നും തിരികെ കൊണ്ടുവന്ന KSDPയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ ഒരു ദൗത്യമായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാപനം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സംഭാവനയാണ്, അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് പോകേണ്ട ഒരു സ്ഥാപനമാണിത്? UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലെ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഭൂമി തന്നെ വിറ്റ് പൈസയാക്കുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ് അക്കാലത്ത് നടന്നത്. അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേകമായ ഒരു കമ്മീഷനെ തന്നെ വെച്ചിട്ട് ചൗധരി കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അൺഎക്കണോമിക് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വിറ്റ് തുലയ്ക്കുക എന്നുള്ള സമീപനമാണ്, അതിൻ്റെ മുഴുവൻ അസറ്റും വിറ്റ് കാശാക്കുക എന്നുള്ള സമീപനമാണ് എടുത്തത്. എന്നാൽ LDF അക്കാര്യത്തിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന വാക്ക് പാലിച്ചുകൊണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുക, അതിനാവശ്യമായ മൂലധന നിക്ഷേപം കൊടുക്കുക, എന്നിട്ട് അതിനെ മറ്റ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കുക, മാനേജ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക, തൊഴിലാളികൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക, വിപണന കാര്യങ്ങളിൽ പരമാവധി സഹായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരു സ്ഥാപനത്തെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. പക്ഷേ ആ സ്വകാര്യവൽക്കരണത്തിനെതിരെന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലയോട് മത്സരിക്കാൻ പൊതുമേഖലയെ പ്രാപ്തമാക്കി എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ മിസ്മാനേജ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാനല്ല. ഇതിപ്പോൾ പൊതു ഉടമസ്ഥതയിലുള്ളതെല്ലാം കുഴപ്പമാണ്, കൊള്ളത്തില്ല, അത് പൊതു ഉടമസ്ഥതയെന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് അപകടമാണ്, നഷ്ടം വരുത്തി വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ലേബൽ ഒട്ടിച്ച് അതിനെയൊക്കെ വിൽക്കുക എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പൊതു ഉടമസ്ഥയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയെ കൈമാറിയതെല്ലാം ആപത്താണെന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എയർപോർട്ടുകളെല്ലാം അദാനിക്ക് കൈമാറിയതിന് സർവീസ് വളരെ മോശമായി. ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആൻഡ് സർവീസ് എന്നും പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നേരത്തെ പൊതുമേഖലയിൽ നമ്മുടെ നിന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെ സർവീസ് ഇപ്പോൾ വളരെ മോശമായി. എല്ലാവരും നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, അമിതമായ ഫീസും മേടിക്കാൻ തുടങ്ങി. അപ്പോൾ വെറുതെയാണ് ഈ സ്വകാര്യ മേഖല കൊണ്ട് എന്തോ ആകാശം ഇതുണ്ടാകുന്നത്. നമ്മൾ എത്രയോ നല്ല പൊതുമേഖലയിൽ ഉടമസ്ഥയിൽ നല്ല സ്ഥാപനം നടത്തുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് KSDP. ഇപ്പോൾ അതിന് വരുന്ന ഓർഡറുകൾക്കനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കി കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുതിയ പ്ലാന്റ് വരികയാണ്. പുതിയ പ്ലാന്റിൻ്റെ വർക്ക് കൂടെ പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കടക്കാനുള്ള ആലോചന വരെ ഇപ്പോൾ നടന്നു. ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയിപ്പം പ്രചരണങ്ങളൊക്കെ തന്നെ സമാപിച്ച് ഇനിയിപ്പം സ്വകാര്യ വ്യക്തികളെയൊക്കെ കാണുക എന്നുള്ള പരിപാടിയായിരിക്കും അവസാനം. അതെ, അത് ഇപ്പോൾ നാളത്തെ കൊണ്ട് പ്രചരണം അവസാനിക്കുമല്ലോ. അത് ഇലക്ഷൻ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്തില്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വ്യക്തികളെയും അപ്പോൾ കാണേണ്ടവരെയൊക്കെ കാണാനുള്ള നിശബ്ദ പ്രവർത്തനം. അങ്ങനെയാണ് ഒരു പ്രതീക്ഷ. 101% ഉറപ്പാണ് വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. ഇനിയിപ്പോൾ എന്താണ് വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ചില ഇനി കഴിഞ്ഞ ടൈമിൽ നടക്കാതെ പോയ കുറേ കാര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾക്കൊരു ഇൻ പ്രിൻസിപ്പൽ സാങ്ഷൻ വന്നായിരുന്നു, ഒരു 250 കോടിയുടെ ഒരു മാരിടൈം മ്യൂസിയം. അപ്പോൾ അതിന് 125 കോടി രൂപ സ്റ്റേറ്റ് ഷെയർ വയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഷെയർ വയ്ക്കാൻ ഇപ്പോൾ ഈ കിഫ്ബിയെ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് 125 കോടി രൂപ മൂലധനം നിക്ഷേപിക്കാൻ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറ്റത്തില്ല. ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ വിവരം നമ്മുടെ ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ്റെ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. എൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ തന്നെ ഓപ്പറേഷനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ഷെയർ ഇല്ലാത്തൊരു ഇത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോസസ്സ് വരാം. ആലപ്പുഴ ടൗൺ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്താൽ, ആലപ്പുഴ ടൗണിൻ്റെ ലുക്കൊന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ മൊത്തത്തിൽ അതൊരു വലിയൊരു മെസ്സേജാണ്. അപ്പോൾ അതിലേക്കാണ് കനാലിൻ്റെ സൈഡുകളെല്ലാം നവീകരിക്കുക, ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും കൂടെ ചേർത്ത് ഒരു മൊബിലിറ്റി ഹബ്ബ് കൊണ്ടുവരിക. പഴയ MP കനാലുകളൊക്കെ നവീകരിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴത്തേക്ക് അന്ന് 4 കോടി രൂപ മുടക്കി സുനാമി ഫണ്ടൊക്കെ ഒന്ന് ഉപയോഗിച്ച് ആ കുറച്ച് കനാൽ സൈഡൊക്കെ നവീകരിച്ചെന്നുള്ളത് ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ യാതൊരുവിധ മെയിൻ്റനൻസും നടത്താതെ അതെല്ലാം നശിച്ചു പോയി. ഒരു ഇലക്ഷന് വേണ്ടി എന്തെങ്കിലും ചെയ്തിടുക, അടുത്ത ഇലക്ഷന് വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള അതല്ല. എനിക്കങ്ങനെ പറ്റത്തില്ല. കാര്യം അതേ ഒരു വിസിറ്റിംഗ് മെമ്പറാണ്, ഞാനിവിടെ പെർമനൻറ്റാണ്.
ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ അത് ചെയ്ത് വെച്ചും എനിക്ക് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഡെയിലി കാണുന്നതാണ്, വഴിയെ പോകുന്നതാണ്, നടക്കുന്നതാണ്, മാർക്കറ്റിൽ പോകുന്നതാണ്. നമ്മൾ എല്ലാം ഇവിടെ ഉണ്ട്. കാര്യം വെച്ചാൽ ഡെയിലി എനിക്കിവിടുന്ന് മുങ്ങാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥിരതാമസക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇതിനോടെല്ലാം ചെയ്തതിനെ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രധാനമാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായി ഊന്നൽ കൊടുക്കുന്നത്.